കൗതുകകരം എന്നാൽ പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിക്കുന്ന ചില തൂലികാനാമങ്ങൾ, രസകരമായ ചില തൂലികാനാമങ്ങളാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. അതായത് മലയാള സാഹിത്യം എന്നാൽ അത് ആൺ സാഹിത്യകാരന്മാരുടെ കോയ്മയാണ് എന്ന് പറയാറുണ്ട്. കൂടുതലും ആണെഴുത്തുകളാണ് മലയാള സാഹിത്യത്തിൽ കാണാനാവുക. അങ്ങനെയെങ്കിൽ ചില പെണ്ണെഴുത്തിൽ എഴുതിയിട്ടുള്ള ആണെഴുത്തുകാരെ നമുക്കിന്ന് പരിചയപ്പെടാം. മലയാളത്തിലെ ഏറ്റവും വലിയ നോവലായ അവകാശികൾ എഴുതിയത് ഒരു പെൺ തൂലികാനാമത്തിലാണ്. വിലാസിനി എന്നാണ് തൂലികാനാമം. അദ്ദേഹത്തിന്റെ ശരിയായ പേര് MK മേനോൻ എന്ന M കുട്ടിക്കൃഷ്ണ മേനോനാണ്. അങ്ങനെയെങ്കിൽ പെണ്ണെഴുത്തിൽ തന്നെ പേരെഴുതിയ ഒരു പെണ്ണെഴുത്തുകാരിയെ പരിചയപ്പെടാം. സുമംഗല എന്ന തൂലികാനാമത്തിൽ ഇതിഹാസ പുരാണങ്ങൾ ബാലസാഹിത്യ രൂപത്തിൽ അവതരിപ്പിച്ച ആ വ്യക്തിയുടെ പേര് ലീലാ നമ്പൂതിരിപ്പാട് എന്നാണ്. മലയാള സാഹിത്യത്തിലെ പെരുന്തച്ഛനായ MT വാസുദേവൻ നായർ ബാലസാഹിത്യ കൃതികൾ എഴുതിയിരുന്നത് സരള എന്ന തൂലികാനാമത്തിലാണ്. അങ്ങനെയെങ്കിൽ സ്വാതന്ത്ര്യ സമരകാലത്ത് ഉജ്ജീവനം മാസികയിൽ തീപ്പൊരി പ്രസംഗങ്ങൾ എഴുതിക്കൊണ്ടിരുന്ന വൈക്കം മുഹമ്മദ് ബഷീർ സ്വീകരിച്ചിരുന്ന തൂലികാനാമം പ്രഭ എന്നായിരുന്നു. മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ കൃതികൾ എഴുതിയിരുന്നത് സുമിത്ര എന്ന തൂലികാനാമത്തിലാണ്. രസകരമായിരുന്നു അല്ലേ? അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം, ശ്രീ എന്ന തൂലികാനാമത്തിൽ മലയാള സാഹിത്യത്തിൽ കവിതകൾ എഴുതിയിരുന്ന ആ പ്രസിദ്ധനായ കവിയെ നിങ്ങൾ ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യൂ.